ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററാണ് 12th. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടാണ്. പക്ഷേ നിങ്ങളിതൊരു പുതിയ ഐഡിയ ആയിട്ട് പഠിക്കരുത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്റ്റൻഷനാണ്. നമ്മുടെ വർക്ക് പവർ എനർജി 11th ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനകത്ത് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ബ്രീഫായിട്ട് വർക്ക് എനർജി തിയറം എന്താണെന്ന് പറഞ്ഞുതരാം. സോ വർക്ക് എനർജി തിയറം നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ട്. സോ ഫസ്റ്റ് കേസ് ഞാൻ എഴുതാം. ഇതൊരു കൈൻഡ് ഓഫ് ബ്രീഫ് റീക്യാപ്പ് മാത്രമാണ്. സോ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് ഇൻട്രോ മാത്രം തരുന്നുള്ളൂ ഞാൻ. അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഞാൻ അത് പോവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ NCERT ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ വർക്ക് എനർജി തിയറം ഇതാണ് നമ്മളിന്ന് വർക്ക് എനർജി തിയറമാണ് നോക്കുന്നത്. സോ വളരെ സിമ്പിളർ ടേംസിൽ ഇപ്പം നമുക്കൊരു ബോഡി ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ബോഡീൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണ്. ഓക്കെ, ഈ ബോഡി ഓൾറെഡി ഇൻ മോഷനാണ്. അതായത് ഇതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഓൾറെഡി മോഷനിലാണ് ഉള്ളത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു, അതായത് ഇതിനെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു ഫോർ എ സർട്ടൻ ഡിസ്റ്റൻസ് x. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ബോഡി ഇവിടെ എത്തി. സോ നോർമലി എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് തോന്നുന്നത് എന്താ, ഈ സ്പീഡ് കൂടുവോ അതോ കുറയുമോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഡയറക്ഷൻ ഓഫ് നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുത്തത്, ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷനിലേക്ക് തന്നെയാണ് കൊടുത്തത്. സോ എന്താ സംഭവിക്കും? വെലോസിറ്റി കൂടും. മനസ്സിലായില്ലേ? ഡയറക്ഷൻ ഒന്നും ചേഞ്ച് ആകത്തില്ല, വെലോസിറ്റി കൂടും. സോ വെലോസിറ്റി നമുക്ക് ലെറ്റ്സ് സേ v ആയി. ഓക്കെ, സോ നിങ്ങൾ പണ്ട് പഠിച്ച ഐഡിയ, അതായത് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ട്. സോ നമുക്ക് ഇനീഷ്യലി ഇതിനൊരു എനർജി ഉണ്ട് അല്ലേ? അതായത് ഏതൊരു മൂവിങ് ഒബ്ജക്റ്റിനും എനർജി ഉണ്ട്. ആ എനർജീൻ്റെ പേരാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിന് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ വർക്ക് എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിനെ നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തതിനെ മൂവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ എന്നുള്ള കേസാണ് നമ്മൾ വരിക. അപ്പോൾ ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഞാനിപ്പോൾ പ്രിലൂഡായിട്ട് പറയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 12mv². ഈ ഇക്വേഷൻ നിങ്ങൾ കുറേ തവണ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ. സോ ഇനീഷ്യലി ഇവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. അതായത് നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ കൈനറ്റിക് എനർജിയാണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ, വിച്ച് ഇസ് 12mu². ഓക്കെ, ഇനീഷ്യൽ ആയിട്ടുള്ളൊരു കൈനറ്റിക് എനർജി ഉണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? ആഫ്റ്റർ സം ടൈം നമുക്ക് രണ്ടാമതൊരു കൈനറ്റിക് എനർജി ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്തല്ലോ. വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് ഇതിന് പുതിയൊരു കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടാവുക. സോ KE ഫൈനൽ എന്ന് പറയുന്നത് 12mv² ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചത്? ഇനീഷ്യലി ഇതൊരു എനർജി ഉണ്ടായിരുന്നു. ആ എനർജി ഫൈനലി ഇവിടെ എത്തിയ സമയത്ത് മാറി. അതായത് ഈ കേസിനകത്ത് വെലോസിറ്റി കൂടുകയല്ലേ ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചത്? എനർജി കൂടുക ചെയ്തത്. സോ ഇതിൻ്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ KE ഫൈനൽ മൈനസ് KE ഇനീഷ്യൽ. അതെന്താണ്? അത് നമുക്ക് എഴുതാം 12mv² മൈനസ് 12mu². അതെന്ന് പറയുന്നത് അത് എവിടുന്നാണ് കിട്ടിയ എനർജി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് എവിടുന്നാണ് കിട്ടിയത്? അത് കിട്ടിയത് ഈ ഫോഴ്സ് നിന്നാണ്. ഓക്കെ, ഈ ഫോഴ്സാണ് ആ എനർജി കൊടുത്തത്. സോ ആ എനർജി എന്ന് പറയുന്നത്, ഈ ഫോഴ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫോഴ്സ് ചെയ്ത വർക്കാണ്. ഓക്കെ, സോ വർക്കിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ടൈംസ് ദ ഡിസ്റ്റൻസ്. ഇതിൻ്റെ കേസിനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇതിപ്പോൾ സ്ട്രേറ്റ് ലൈൻ കേസ് ആയതുകൊണ്ട് ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ നമുക്ക് പറയാം. സോ അത് പ്രോബ്ലം ഇല്ല. ഓക്കെ, നമുക്കിപ്പോൾ 1 ഡയമെൻഷണൽ കേസാണ്. സോ ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ അക്കോർഡിംഗ്ലി ഈ ഒരു ഓരോ കേസിനനുസരിച്ച് പറയാം. ആ ഒരു പാത്ത് ലെങ്ത് അതാണ് നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുക. പാത്ത് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുക. ഫോഴ്സ് ടൈംസ് S. ഓക്കെ, ഇങ്ങനെ എഴുതാം. സോ ഈ രണ്ട് ഇക്വേഷൻസ്. സോ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ടൈംസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് യു ഹാവ് കവേർഡ്. സോ ഫോഴ്സ് ടൈം ഡിസ്റ്റൻസ് എത്ര ഇതിനകത്ത്? F into x.
ഇതാണ് നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇതാണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ഹും? വർക്ക് ഡൺ ബൈ ആരാണ്? ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് കൈനറ്റിക് ഈ വർക്ക് എനർജി തിയറം, അതായത് വർക്ക് എനർജി തിയറം ഇൻ 1 dimension ആൻഡ് ദാറ്റ് ടു ഇതിൻ്റെ കേസിനകത്ത് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് എഫ്, ഇതാണ് എക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണെങ്കിൽ സോ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ്. സോ എനിക്ക് ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ടൈംസ് ഇതിൻ്റെ കേസിനകത്ത് എക്സ്, ഇതാണ് വർക്ക്. സോ എനിക്കിപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണം, x1 ആൻഡ് x2. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കണം. സോ ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ടൈംസ് ഫോഴ്സ് ടൈംസ് ദ ഡിസ്റ്റൻസ്, അതായത് എത്ര മൂവ് ചെയ്തു എന്നുള്ളത്, അതായത് ഫോഴ്സ് ടൈംസ് x2 മൈനസ് x1. ഈ ഫോഴ്സ് ടൈംസ് x2 മൈനസ് x1 എന്താ? അതാണ് നമ്മുടെ വർക്ക് ഡൺ. അത് ഓക്കെ, പക്ഷേ അത് ഈ ഒരു കേസിനകത്ത് എന്താണ് അതെന്ന് പറയുന്നത് ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലേ, ഈ ഒരു ട്രയാങ്കിൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അതായത് ഫോഴ്സ് ഇതാണ് ഫോഴ്സ്, ഇതാണ് നമ്മുടെ x2 മൈനസ് x1. സോ ഇതാണ് ഏരിയ. സോ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ്, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, അതായത് ഫോഴ്സ് ടൈംസ് എക്സ് ഗ്രാഫാണ് നമ്മുടെ വർക്ക് ഡൺ. ഈ ഏരിയ ആണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കോൺസ്റ്റൻറ്റ് ഫോഴ്സിൻ്റെ കേസാണ്. ഇപ്പോൾ നമുക്കൊരു വേരിയബിൾ ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ല, വേരിയിങ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഇത് എഫ്, ഇത് എക്സ്, ഇങ്ങനെ ഒരു കേസാണെന്നുള്ളൂ. അപ്പോൾ എഗെയിൻ നമുക്ക് പറയാം, നമുക്കിപ്പോൾ 2 പോയിന്റ്സ് എടുക്കണം, അറ്റ് x1 അറ്റ് x2. ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഒറ്റ ഫോഴ്സ് ആയിരുന്നു. ഇതിനകത്ത് ഫോഴ്സസ് വേരിയിങ് ആണ്, F1ഉം F2. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിച്ചത്? നിങ്ങൾ മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് തന്നെയാണ്, ഏരിയ അണ്ടർ ദ കർവ് ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇൻ്റഗ്രേഷനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ സെക്ഷൻ എടുക്കും, dx എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കും. അവിടുത്തെ ഫോഴ്സ് ഉണ്ടാവും, ലെറ്റ്സ് സേ അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ചെറിയ ഏരിയ കണ്ടുപിടിക്കും. സോ എഫ് ഡി എക്സ് എന്ന് എഴുതും. ആ ചെറിയ ഏരിയാസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. സോ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, ഇൻ്റഗ്രൽ ഫ്രം x1 ടു x2. ഓക്കെ, ഇതാണ് വർക്ക് ഡണ്ടെ കേസ് ഫോർ വേരിയബിൾ ഫോഴ്സസ്. സോ ഈ കേസാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേരിയബിൾ ഫോഴ്സിന് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പ്രെല്യൂഡ്, അതായത് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റീക്യാപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വർക്ക് എനർജി തിയറം ഇതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫോഴ്സിനാണ്. ഇനി വേരിയിങ് ഫോഴ്സ് നമുക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെയിം എഴുതിയ പോലെ തന്നെ, അതായത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു നമ്മുടെ വർക്ക് ഡൺ. എന്താ? ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എക്സ് എന്നുള്ള ഇതാണ് നമ്മുടെ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഒരു കൈൻഡ് ഓഫ് ക്യൂക്ക് റീക്യാപ്പ് മാത്രമാണിത്. സോ ഇത് നമ്മളൊരു എൻറ്റയർ സെഷനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 11th ക്ലാസ്സിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇൻട്രോ എന്ന് പറയുന്ന രീതിയിൽ. ഇനി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് ടു ഗെറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി? അതായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം, അതായത് നമ്മുടെ വർക്ക് എനർജി തിയറം. സോ KE final minus KE initial is equal to work done എന്ന് പറയുന്നത് integral f dot dx ആണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിമിറ്റ് കൊടുക്കാം, ലെറ്റ്സ് സേ x1 to x2 എന്നോ എന്താ വെച്ചാൽ കൊടുക്കാം. ഓക്കെ, സോ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാർജ് ഉണ്ട്, ലെറ്റ്സ് സേ ക്യാപിറ്റൽ Q എന്നോ അല്ലെങ്കിൽ ലെറ്റ്സ് സേ Q1 കൊടുക്കാം, അതാണ് നല്ലത്, Q1 കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ചാർജ് ഉണ്ട് Q1. സോ നിങ്ങൾ ആലോചിക്കുക,
ഇനി ഇതിൻ്റെ അടുത്തേക്ക് വേറൊരു Q1 കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഒരു ചാർജ് അനദർ ചാർജ് Q2 എന്ന ചാർജ് കൊണ്ടുവരണം ടു ദിസ് പോയിന്റ് P. അതായത് എനിക്ക് ഓൾറെഡി ഒരു ചാർജ് Q1 ഉണ്ട്, അത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഐ വോണ്ട് ടു ബ്രിങ് ലെറ്റ്സ് സേ അനദർ ചാർജ് Q2 എന്ന് പറഞ്ഞൊരു ചാർജ് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചു. അപ്പം ഞാൻ വർക്ക് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് വർക്ക് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ Q+Q1 ഇവിടുത്തെ ഈ Q1 ഇതും പ്ലസ് ചാർജാന്ന് വെച്ചു, ഇത് തമ്മിൽ റിപ്പൽ ചെയ്യും. മനസ്സിലായില്ലേ? ഇത് തമ്മിൽ റിപ്പൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ വർക്ക് എടുത്താൽ മാത്രമേ ഇത് അടുത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? നമുക്കറിയാം രണ്ട് പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും, അതുകൊണ്ട് തന്നെ ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ ചാർജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ആ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ആ ഏത് ഫോഴ്സിനെതിരായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്? ഈ ഫോഴ്സ് ഏത് ഫോഴ്സിനെതിരായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളംസ് ഫോഴ്സിനെതിരായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുക ഇതിൻ്റെ കേസിനകത്ത്. അതെന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 R². ഓക്കെ, ഇതാണ് എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിനകത്ത് ഇപ്പോൾ ലെറ്റ്സ് ഇതെന്ന് പറയുന്ന സെപ്പറേഷൻ എന്ന് പറയുന്നതാണ് R1 എന്ന് പറയുന്നത്. ഓക്കെ, R1 എന്നുള്ളത് ഇതിനകത്ത് ഞാൻ ഡയറക്ഷണൽ ആസ്പെക്ട് എടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. സോ ഇതിൻ്റെ കേസിനകത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ യൂസ് ചെയ്ത വേരിയബിൾ നിങ്ങൾ നോക്കണം, R ആണ്, ഇവിടെ X ആണ്. സോ ഇതൊക്കെ വേരിയിങ് ആണ് ആക്ച്വലി. നമുക്ക് R വേണമെങ്കിൽ യൂസ് ചെയ്യാം, മേ ബി X വേണമെങ്കിൽ യൂസ് ചെയ്യാം, ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ 11th ക്ലാസ്സിലപ്പോൾ X എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ S എന്നായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് കൺവെൻഷൻ മാത്രമാണ്. ഐഡിയ മീൻ ചെയ്യുന്ന ഒന്നാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഐഡിയ മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ അത് മതി. ഓക്കെ, നെഗറ്റീവ്, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. സോ ഇതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഫോഴ്സിനകത്ത് ഇത് ഇട്ട് കൊടുക്കുക. സോ U = മൈനസ് ഇതങ്ങ് ഇട്ട് കൊടുക്കാം, .dr. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോഴ്സ് അങ്ങോട്ടത്തേക്കാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടത്തേക്കല്ലേ, റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടത്തേക്കാണ്. ഇതിൻ്റെ R വെക്ടർ ഞാൻ വരച്ചത് ആ ഡയറക്ഷനിലാണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? cos 0 ആയിരിക്കും, അപ്പോൾ 1 ആയി. സോ അത് ഇട്ട് കൊടുക്കാം. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് x1 to x2ലേക്കാണ്. ഇനി നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ 1/4πε0 Q1 Q2 R², പിന്നെ dx എന്നുള്ളത് ഇതിൻ്റെ കേസിനകത്ത് ഞാൻ എടുത്ത വേരിയബിൾ d ഇതിനകത്ത് r ആണ്. സോ dr എന്ന് പറയും. ഓക്കെ, dx dr എന്നുള്ള രീതിയിലാണ് പറയാം. സോ ഇതിൻ്റെ അകത്ത് നമുക്കിനി ബാക്കി ചെയ്യാം. സോ ഇത് ഞാൻ ഒന്ന് എറേസ് ചെയ്യാണ്, ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം ഒന്ന് കളഞ്ഞു. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇത് ഞാൻ മുകളിലേക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു കേസിനകത്ത് ഞാൻ ഈ കോൺസ്റ്റൻസ് എല്ലാം പുറത്തെടുക്കും. Q1 Q2 1/4πε0 ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കും. നെഗറ്റീവ് അവിടുത്തെ നിൽക്കും. സോ U = നെഗറ്റീവ് ഉണ്ട്, പിന്നെ എന്തെല്ലാം ബാക്കിയുള്ളേ? Q1 Q2 ന്യൂമറേറ്ററിൽ ബാക്കിയുണ്ട്. Q1 Q2 എടുത്തു, പിന്നെ 4πε0. സോ 4πε0 എടുത്തു. പിന്നെ എന്താ ഉള്ളത്? 1/r²dr. സോ ഇൻ്റഗ്രൽ 1/r² dr എന്ന് കിട്ടി. ഓക്കെ, സോ 1/r² എന്നായി. ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് ലെറ്റ്സ് സേ x1 to x2 ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് നമുക്കൊരു കാര്യം ചെയ്താൽ ഈ x1 മാറ്റിയിട്ട് നമുക്കിവിടെ R1 to R2 ആക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഡിസ്റ്റൻസ് തന്നെയാണ്, സെയിം ഐഡിയ തന്നെയാണ്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ആർ എനിക്ക് ഒറ്റ വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് R1 to R2. ഓക്കെ, സോ അഗെയിൻ ഇവിടെ R1 to R2. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റഗ്രൽ ഒരു റിസൾട്ട് ഉണ്ട്. x⁴n dx എന്ന് പറയുന്നത് x⁴n+1/n+1. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു കൈൻഡ് ഓഫ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് ലെസൺ 11th ക്ലാസ്സിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബേസിക്സിനകത്ത് ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. മോഷൻ ഇൻ 1 ഡയമെൻഷൻ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ അകത്ത് ഒരു മിഡ് സെക്ഷനിൽ കാൽക്കുലസിൻ്റെയും
അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് ബ്രീഫ് ഇൻട്രോ ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഈ കേസിനകത്ത് ഇൻ്റഗ്രൽ 1/r² dr അത് ഞാൻ ഇവിടെ ഒന്ന് ചെയ്യാം. സോ ഇൻ്റഗ്രൽ 1/r² dr എന്നത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r⁻² -2 dr എന്ന് എഴുതാൻ പറ്റില്ലേ? അതായത് 1/r² r⁻² എന്ന് എഴുതാൻ പറ്റും. ഇനി ജസ്റ്റ് ഇതിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. സോ 1/r² എന്നുള്ള ഈ കേസിനകത്ത് -2 + 1/-2 + 1 എന്ന് വരും. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്. സോ ഇവിടെ എന്താ കിട്ടുക? ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് സൈൻ, ബിക്കോസ് ഇത് ഡിവൈഡഡ് ബൈ -1 ആണ്. ഇവിടെ എന്തായിരിക്കും കിട്ടുക? r⁻1 കിട്ടും. അതെന്ന് പറയുന്നത് -1/r ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/r ആണ്. സോ ഈ ഒരു കേസിനകത്ത് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നതെന്നുള്ളത്. സോ ഈ കേസിനകത്ത് വരുന്ന സമയത്ത് u is equal to -q1/q2 into 4πε0 -1/r എന്നായിട്ട് കിട്ടുക. സോ -1/r എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം ഇപ്പോൾ ഈ സൈൻസ് എല്ലാം മാറും. സോ -1/r നമ്മൾ ലിമിറ്റ് കൊടുക്കണം r2 r1. ഓക്കെ, ഇനി ഈ നെഗറ്റീവ് സംഭവം ക്യാൻസൽ ആയി പോകും, അതായത് അത് പോസിറ്റീവ് ആവും. സോ അറ്റ് ദ എൻഡ് നമുക്ക് എന്താ കിട്ടുക? u(r2 - u(r1). അതായത് ഞാൻ ലിമിറ്റ് കൊടുക്കുന്നതിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ലിമിറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? q1. സോ നമുക്ക് ഫസ്റ്റ് കേസിനകത്ത് ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കാം. സോ q1 q2/4πε0 അത് കഴിഞ്ഞിട്ട് 1/r2 - 1/r1. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഇങ്ങനെ എഴുതാം u(r2 - u(r1) is equal to നമുക്കിതൊന്ന് മര്യാദയ്ക്ക് എഴുതാം 1/4πε0 q1 q2/r2 minus 1/4πε0 q1 q2/r1 ഇത്ര എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്താണ്? അതായത് u(r) പൊട്ടൻഷ്യൽ എനർജീൻ്റെ ജനറൽ ഫോം എന്താ? 1/4πε0 q1 q2/r എന്ന് കിട്ടി. ഇതാണ് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഫോം എന്ന് പറയുന്നത്. സോ ഇത്രയാണ്. ഇനി എന്താണ് വോൾട്ടേജ്? പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ കുളംബ്, അതായത് വർക്ക് ഡൺ പെർ കുളംബ് ഓഫ് ചാർജ്. അതായത് ഞാനിപ്പോൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ലെറ്റ്സ് സേ എനിക്കിവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു പോയിന്റിലേക്ക് ഒരു Q കുളംബ് ഓഫ് ചാർജ്, ലെറ്റ്സ് സേ ക്യാപിറ്റൽ Q കുളംബ്സ് ഓഫ് ചാർജ് കൊണ്ടുവരികയാണ്. അപ്പോൾ എനിക്കൊരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് W. ഓക്കെ, അതായത് എനിക്കിവിടെ ഒരു +Q ചാർജ് ഉണ്ട്, അത് ഫിക്സ്ഡ് ആണ്. എനിക്കൊരു ക്യാപിറ്റൽ Q ചാർജ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, അതായത് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഡൺ ആണ് കൈൻഡ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയാം, പക്ഷെ വർക്ക് ഡൺ തന്നെയാണ് കൈൻഡ് ഓഫ് സയൻസ് മാത്രം മാറ്റം ഉണ്ടാവുള്ളൂ. സോ വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. വർക്ക് ഡൺ പെർ കുളോംബ് ആണ്, വർക്ക് ഡൺ പെർ ചാർജ് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ്, അതായത് ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ഏതോ ഒരു ചാർജ് Q എന്ന് കൊണ്ടുവന്നതിന് പകരം 1 കുളംബ് ഓഫ് ചാർജ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഡൺ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത് ജനറൽ ടേം ആണ്. നമ്മൾ ഫോഴ്സിന്റെ കേസിനകത്ത് പഠിച്ചില്ലേ? ഫോഴ്സിനകത്ത് നമ്മൾ 2 ചാർജസ് അടുത്ത് വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് എന്ത്? ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ കുളംബ്സ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1 കുളംബ് ഓഫ് ചാർജ് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അപ്പോൾ നമുക്കൊരു ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചു. രണ്ടും സെയിം കാര്യം തന്നെയാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഐഡിയ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സ്പേസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ചാർജിൻ്റെ ചുറ്റും നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഐഡിയ. സോ ഇതിൻ്റെ കേസിനകത്ത് V of r എന്ന് പറയുന്നത് എന്താ? V of r എന്ന് പറയുന്നത് U of r. ഇപ്പം ഞാൻ ഫിക്സ് ചെയ്യുന്ന ചാർജ് ഇപ്പോൾ Q2 ആണ് ഞാൻ ബ്രിങ് ചെയ്യുന്നത്, Q1 ഫിക്സ്ഡ് ആണെന്ന് വെച്ചോ, ബൈ Q2 എന്ന് കൊടുക്കാം. അതെന്ന് പറയുന്നത് 1/4πε0 Q1/r. ഇതാണ് എൻ്റെ
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഇതിനെ ഡിവൈഡഡ് ബൈ ചാർജ് എന്നുള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടും. ഇനി ഇത്രയാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡ്. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു പിക്ചർ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സോ അതൊന്ന് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതെങ്ങനെ ഒരു സെൻസ് ഉണ്ടാക്കി എടുക്കാമെന്നാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ നമുക്കൊരു ചാർജ് ഉണ്ട്, ലെറ്റ്സ് സേ ക്യാപിറ്റൽ Q. ഇത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ 10 കുളംബ് ഓഫ് ചാർജ്, ഇപ്പം ലെറ്റ്സ് സേ ടു പോയിന്റ് എ എനിക്ക് 10 കുളംബ് ഓഫ് ചാർജ് എത്തിക്കണം. ഓക്കെ, 10 കുളംബ് ഓഫ് ചാർജ് ഇങ്ങോട്ടത്തേക്ക് എത്തിച്ചപ്പോൾ എനിക്ക് എക്സ്പെൻഡ് ആയ എനർജി, എനിക്കത് എത്തിക്കാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഒരു 50 ജൂൾസ് ആണെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഇവിടെ എനിക്കൊരു ചാർജ് ഉണ്ട്, അത് എത്രയോ ചാർജാണ്. പക്ഷെ അപ്പോൾ അതിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ 10 കുളംസ് എത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 2 പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും. സോ ഞാൻ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ എക്സ്പെൻഡ് ചെയ്ത എനർജിയാണ് 50 ജൂൾസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അതായത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഒരു രീതി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 50 ജൂൾസ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ W/Q, അതായത് 50/10, അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. അതെന്ന് പറയുന്നത് 5 ജൂൾസ് പെർ കുളോംബ് ആയിരിക്കും. ഓക്കെ, 5 ജൂൾസ് പെർ കുളോംബ്. അതിൻ്റെ മീനിങ് എന്തെന്നാ ഒന്ന് ചിന്തിച്ച് നോക്ക്. 5 ജൂൾസ് പെർ കുളോംബ്, അതായത് ഒരു കുളോംബ് ഞാൻ പോയിന്റ് എയിലേക്ക് എത്തിക്കണമെങ്കിൽ 5 ജൂൾസ് വേണം. അപ്പോൾ 2 കുളോംബ് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? 10 ജൂൾസ് വേണം. 3 കുളോംബ്സ് എത്തിക്കണമെങ്കിൽ 15 ജൂൾസ് വേണം. മനസ്സിലായില്ലേ? ആ രീതിയിൽ പോകും. അപ്പോൾ ഞാനിപ്പോൾ പറയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ മേ ബി 20 ജൂൾസ് പെർ കുളോംബ് ആണ്. അതെന്താ മീൻ ചെയ്യുന്നത്? വെച്ച് കഴിഞ്ഞാൽ 1 കുളംബ് ഓഫ് ചാർജ് ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ 20 ജൂൾസ് ഓഫ് എനർജി എക്സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇതിന് ഈ ജൂൾസ് പെർ കുളോംബിനെ നമ്മൾ വോൾട്ട് എന്നും കൂടെ പറയും. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഈ ദിസ് പോയിന്റ് ഇപ്പോൾ 30 വോൾട്ട് ആണെന്ന് പറഞ്ഞു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 30 വോൾട്ട് ആണ്. അതിൻ്റെ മീനിങ് എന്തെന്നാ? 1 കുളംബ് ഓഫ് ചാർജ് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 30 ജൂൾസ് ഓഫ് എനർജി എൻ്റെ കയ്യിൽ വേണം, അത്ര എക്സ്പെൻഡ് ചെയ്യണം. അപ്പോൾ Q കുളംബ്സ് ഓഫ് ചാർജ് കൊണ്ടുവരണമെങ്കിൽ Q ടൈംസ് 30 ചെയ്യണം. അത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ജനറൽ ഇഫ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഞാൻ Q എമൗണ്ട് ഓഫ് ചാർജ് ആണ് അങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ W=QV എന്ന് പറയും. ഓക്കെ, QV എന്നാണ് പറയുക. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുക. സോ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സൈഡ്, ഇപ്പോൾ പറയുന്നതാണ് ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെപ്ഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയും ഇത്രയാണുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ഇത് എന്തിനാണ് ഇത്രയും പഠിക്കേണ്ട ആവശ്യം, ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തെന്നാ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടിയ ഈ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇല്ലേ, ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായോ? സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എനർജീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡയറക്ഷണൽ ആസ്പെക്ട് എടുക്കേണ്ട ആവശ്യമില്ല. എനർജിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എനർജിക്ക് ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്ടേഴ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. സോ ഇത്രയാണ് കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതിൻ്റെ ഒരു വേറെ എക്സ്റ്റൻഷൻ കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P കണ്ടുപിടിക്കാൻ പോകും. സോ അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.